ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. വളരെ കാലങ്ങൾക്ക് മുൻപ് ശീലാവതി എന്നു പേരായൊരു പതിവ്രതാ ശിരോമണി ഉണ്ടായിരുന്നു. ശീലാവതിയുടെ കഥ കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നിരുന്നാലും അതിമനോഹരമായ ഈ കഥ പാർത്ഥസാരഥിയത്തിലൂടെ കേൾക്കാം. ശീലാവതിയുടെ പാതിവ്രത്യത്തെ വെല്ലാൻ കഴിവുള്ള മറ്റൊരു സ്ത്രീയും അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ശീലാവതിയുടെ ഭർത്താവാണ് ഉഗ്രസ്രവസ്. സ്നേഹഭക്തി ബഹുമാനാദരങ്ങളോടുകൂടി തൻ്റെ ഭർതൃശുശ്രൂഷ വളരെ ഭംഗിയായി ചെയ്തു വന്നിരുന്നു ശീലാവതി. എന്നാൽ ഉഗ്രസ്രവസാവട്ടെ നിത്യവും ദേവദാസികളുടെ കൂടെ പോവുക പതിവായിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ശീലാവതി തൻ്റെ ഭർത്താവിനെതിരായി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഒരു കുഷ്ഠരോഗം പിടിപെട്ടു. രോഗം പെട്ടെന്നു തന്നെ കൂടുതൽ ആവുകയും ചെയ്തു. എന്നിട്ടും തൻ്റെ ഭർത്താവിന് ദേവസ്ത്രീകളെ കാണാതെ ഇരിക്കുവാൻ സാധിച്ചില്ല. അതു മനസ്സിലാക്കിയ ശീലാവതി ഉഗ്രസ്രവസിനെ തൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് ദേവസ്ത്രീകളുടെ ഗൃഹത്തിൽ എത്തിക്കുകയും പുറത്തു കാവൽ നിൽക്കുകയും ചെയ്തു വന്നു. അങ്ങനെ പതിവായി ഉഗ്രസ്രവസിനെയും കൊണ്ട് ശീലാവതി ദേവദാസികളുടെ അടുത്ത് പോയിരുന്നത് മാണ്ഡവ്യൻ എന്ന മുനി, ശൂലത്തിൽ കുത്തി നിർത്തപ്പെട്ട മാണ്ഡവ്യ മുനിയുടെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. ആ മുനിയുടെ ആശ്രമത്തിൻ്റെ മുറ്റത്തിലൂടെയായിരുന്നു തൻ്റെ പതിയുമായി ശീലാവതി എന്നും ദേവദാസികളുടെ അടുത്തേക്കായി പോയിക്കൊണ്ടിരുന്നത്. മാണ്ഡവ്യ മുനിയെ ശൂലത്തിൽ കുത്തി നിർത്തിയതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ മുനി തൻ്റെ ആശ്രമമുറ്റത്ത് ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനായി മൗനവ്രതം അനുഷ്ഠിച്ചു വരികയായിരുന്ന സമയം ഒരു ദിവസം കുറേ കള്ളന്മാർ രാജകൊട്ടാരത്തിൽ നിന്നും മോഷ്ടിച്ചെടുത്ത ആഭരണങ്ങളുമായി അതുവഴി വന്നു. രാജകിങ്കരന്മാർ അവരെ പിന്തുടർന്നു. തങ്ങൾ പിടിക്കപ്പെടും എന്നൊരു ഘട്ടമെത്തിയപ്പോൾ മറ്റു വഴികളൊന്നുമില്ലാതെ ആ കള്ളന്മാർ എന്തു ചെയ്തെന്നോ, അവർ കളവു ചെയ്ത ആ പണ്ടത്തെ വലിച്ചെറിഞ്ഞത് മാണ്ഡവ്യമുനി മൗനവ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആശ്രമത്തിൻ്റെ മുറ്റത്തേക്കായിരുന്നു. ഭഗവാൻ ശ്രീ പരമേശ്വരനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്ന മാണ്ഡവ്യമുനി ഈ വിവരങ്ങളൊന്നും തന്നെ അറിഞ്ഞില്ല. എന്നാൽ ഈ കള്ളന്മാരെ പിന്തുടർന്ന രാജകിങ്കരന്മാർ വന്നുപെട്ടത് മാണ്ഡവ്യമുനി തപസ് അനുഷ്ഠിച്ചിരുന്ന ഈ സ്ഥലത്തേക്കായിരുന്നു. അവർ മുനിയോട് കുറേ കള്ളന്മാർ അതുവഴി ഓടിപ്പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. മുനി മൗനവ്രതത്തിൽ ആയിരുന്നതിനാൽ കള്ളന്മാർ പോയതും രാജകിങ്കരന്മാർ ചോദിച്ചതൊന്നും തന്നെ അറിഞ്ഞതേയില്ല. അങ്ങനെ ദേഷ്യം വന്ന രാജകിങ്കരന്മാർക്ക് സംശയം തോന്നുകയും അവരവിടം മുഴുവൻ തിരയുകയും ചെയ്തു. അപ്പോഴാണ് ഈ കള്ളന്മാർ വലിച്ചെറിഞ്ഞ ആഭരണങ്ങൾ മുനിയുടെ ആശ്രമത്തിൻ്റെ പരിസരത്ത് കിടക്കുന്നത് അവർ കണ്ടത്. മുനിയാണ് അത് മോഷ്ടിച്ചത് എന്ന് തെറ്റിദ്ധരിച്ച രാജസേവകന്മാർ രാജാവിനെ ഉടനെ തന്നെ ഈ വിവരം ധരിപ്പിക്കുകയും മാണ്ഡവ്യ മുനിയെയും കള്ളന്മാരെയും കയ്യോടെ പിടിച്ച് രാജാവിൻ്റെ മുൻപിലായി ഹാജരാക്കുകയും ചെയ്തു. അവരെ വധഭൂമിയിൽ കൊണ്ടുപോയി മരിക്കുന്നതുവരെ ശൂലത്തിൽ കുത്തി നിർത്താൻ രാജാവ് ആജ്ഞാപിച്ചു. രാജാവിൻ്റെ ആ കിങ്കരന്മാരാവട്ടെ ആ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ നിരപരാധിയായ മാണ്ഡവ്യമുനി ശൂലത്തിൽ തറഞ്ഞുകിടന്നു. ആ തൽക്ഷണം തന്നെ കള്ളന്മാരെല്ലാവരും കാലപൂരി പോവുകയും, എന്നാൽ നിർഭാഗ്യമെന്നു പറയട്ടെ, മാണ്ഡവ്യമുനി മാത്രം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മരിക്കാതെ ഈ വേദനയും സഹിച്ചു കഴിഞ്ഞു. എങ്കിലും മുനി രാജാവിനെ ശപിച്ചില്ല. തനിക്ക് ഈ ഗതി വരുവാനുള്ള കാരണം എന്താണെന്നോർത്തുകൊണ്ടു തന്നെ ആ ശൂലത്തിൽ അദ്ദേഹം കിടന്നു. നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും മാണ്ഡവ്യമുനി മരിക്കാതെ കിടന്നു. ഈ സമയം ധർമ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് മുനിയെ അനുഗ്രഹിച്ചു. അപ്പോൾ മാണ്ഡവ്യമുനി ചോദിച്ചു, ഒരു മഹാമുനിയായ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് കള്ളന്മാരോടൊപ്പം ശിക്ഷിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, യാതനകൾ അനുഭവിച്ചു. എത്രയോ ദിവസങ്ങളായി
ഈ ശൂലത്തിന്മേൽ കിടക്കുന്നു. ഇതിനു മാത്രം ഞാൻ എന്തു പാപമാണ് ചെയ്തത്? ഈ ശിക്ഷ എനിക്ക് കിട്ടാനുണ്ടായ കാരണം എന്താണ്? അപ്പോഴാണ് മുനിയോടായി ധർമ്മദേവൻ പറഞ്ഞത്, അങ്ങ് കുട്ടിയായിരുന്ന സമയത്ത് തുമ്പിയെയും വണ്ടിനെയും മറ്റും പിടിച്ച് ഉപദ്രവിച്ചതിൻ്റെ ശിക്ഷയാണിപ്പോൾ അങ്ങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുനി ചോദിച്ചു, കൊച്ചു കുട്ടികൾ ചെയ്യുന്ന കുറ്റത്തിന് ശിക്ഷയുണ്ടോ? അതും ഇത്രയും കടുത്ത ശിക്ഷ? ബാലകന്മാർ ചെയ്യുന്ന തെറ്റിന് ശിക്ഷയില്ലെന്നല്ലേ വിധിമതം? അങ്ങനെയിരിക്കെ ഈ ശിക്ഷ എനിക്ക് വിധിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങളെ ഞാൻ എന്തായാലും വെറുതെ വിടില്ല. ഞാനിതാ നിങ്ങളെയും ശപിക്കുന്നു എന്നു പറഞ്ഞ മാണ്ഡവ്യമുനി ധർമ്മദേവനെ, യമരാജാവിനെ ശപിച്ചു. താങ്കൾ ഭൂമിയിലേക്കു ചെന്ന് ശൂദ്രജാതിയിലുള്ള ഒരു സ്ത്രീ യോനിയിൽ ജനിക്കുവാൻ ഇടവരട്ടെ. ശാപം കേട്ടു ഭയന്ന ധർമ്മദേവൻ പരിഭ്രാന്തനായി മാറി തൻ്റെ പിതാവായ സാക്ഷാൽ ശ്രീ ബ്രഹ്മദേവന്റെ അടുക്കലെത്തി തൻ്റെ സങ്കടം ഉണർത്തിച്ചു. ധർമ്മദേവൻ, മാണ്ഡവ്യൻ ശ്രീ പരമേശ്വരൻ്റെ വത്സല ശിഷ്യനാണ്. അദ്ദേഹം ശപിച്ചാൽ തീർച്ചയായും അത് ഫലിക്കുക തന്നെ ചെയ്യും. ഇനി എന്താണൊരു പോംവഴി? പരമേശ്വരനെ പ്രാർത്ഥിച്ചു നോക്കാം. അങ്ങനെ ബ്രഹ്മദേവൻ ധർമ്മദേവനെ പറഞ്ഞാശ്വസിപ്പിച്ചു. ഉടനെ തന്നെ ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞ ശ്രീ പരമേശ്വരൻ ഇപ്രകാരം പറഞ്ഞു, മാണ്ഡവ്യൻ ശപിച്ചെന്നോ? എങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ കാരണവും ഉണ്ടാവും. അത് പറയുവാൻ വേണ്ടി മാത്രമാണോ അങ്ങെന്നെ വിളിച്ചത്? ഭഗവാന്റെ ഈ മറുപടി കേട്ടപ്പോൾ ബ്രഹ്മാവിന് രസിച്ചില്ല. സമയമാകുമ്പോൾ എല്ലാം നടക്കും എന്നു പറഞ്ഞുകൊണ്ട് ശ്രീ പരമേശ്വരൻ അപ്രത്യക്ഷനായി. അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി. മാണ്ഡവ്യമുനിക്ക് മരണമൊന്നും തന്നെ സംഭവിച്ചില്ല. ഒടുവിൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും മാണ്ഡവ്യമുനിയെ സ്നേഹപുരസ്സരം തലോടി ആശീർവദിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ് രാജാവ് ദുഃഖിച്ചു. തൻ്റെ തെറ്റിൽ പശ്ചാത്തപിച്ച രാജാവ് മാണ്ഡവ്യമുനിയുടെ ശരീരത്തിൽ നിന്നും ശൂലം വലിച്ചെടുക്കുവാൻ ശ്രമിച്ചു. പക്ഷെ എത്ര തന്നെ പണിപ്പെട്ടിട്ടും ശൂലം മാറ്റുവാൻ കഴിഞ്ഞില്ല മുനിയുടെ ദേഹത്തിൽ നിന്നും. ഒടുവിൽ ആ ശൂലം അറുത്തെടുക്കുകയായിരുന്നു ചെയ്തത്. ശൂലത്തിൻ്റെ മുന, അണി എന്നു പറയും, അത് ശരീരത്തിൽ അവശേഷിച്ചതിനാൽ മുനിക്ക് അണിമാണ്ഡവ്യൻ എന്ന പേരുണ്ടായി. അങ്ങനെ ശീലാവതി ദിവസവും തൻ്റെ ഭർത്താവിനെയും ചുമന്നുകൊണ്ട് ദേവസ്ത്രീകളുടെ അടുത്തേക്ക് പോകുന്നത് അണിമാണ്ഡവ്യൻ കണ്ടിരുന്നു. ഈ ദേവസ്ത്രീകളോട് ആർത്തി പൂണ്ട ഉഗ്രസ്രവസ്സിനോട് മാണ്ഡവ്യമുനിക്ക് പുച്ഛം തോന്നി. ഒരു സ്ത്രീയെ കഷ്ടപ്പെടുത്തി രാത്രിയിൽ നീതിക്ക് നിരക്കാത്തിടത്തേക്ക് പോവുന്ന ഉഗ്രസ്രവസ്സിൻ്റെ ആ പ്രവൃത്തിയിൽ മാണ്ഡവ്യമുനിക്ക് വർദ്ധിച്ച കോപം തോന്നി. ഒപ്പം ശീലാവതിയുടെ ആ പാതിവ്രത്യത്തിൽ അഭിമാനവും. എങ്കിലും മാണ്ഡവ്യമുനി അയാളുടെ ആ പ്രവൃത്തിയിൽ അടക്കാനാവാത്ത കോപം തോന്നുകയും ഒരിക്കൽ തൻ്റെ ആശ്രമ പരിസരത്തിലൂടെ ശീലാവതി തൻ്റെ ഭർത്താവിനെയും ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ അയാളുടെ കാലുകൾ മാണ്ഡവ്യമുനിയുടെ ശരീരത്തിൽ സ്പർശിക്കുവാൻ ഇടയായി. കോപാക്രാന്തനായിരുന്ന മുനി അടുത്ത സൂര്യോദയത്തിന് മുൻപ് നിന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് ശപിച്ചു. മുനിയുടെ ശാപം കേട്ട് ശീലാവതി ഞെട്ടിപ്പോയി. ആ സ്ത്രീരത്നം ദുഃഖിച്ചു. ഭർത്താവ് മരിച്ചാൽ താൻ അനാഥയും ആശ്രയം അറ്റവളുമാകുമല്ലോ എന്നോർത്ത് അവൾ തീരാ ദുഃഖത്തിലായി. അങ്ങനെ ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് അവൾ ആ മുനിശാപത്തെ എതിർത്ത് ഇപ്രകാരം ശപിച്ചു, നാളെ സൂര്യൻ ഉദിക്കാതെ പോവട്ടെ എന്ന്. ശീലാവതിയുടെ ശാപം ഫലിച്ചു. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചില്ല. ലോകമെങ്ങും അന്ധകാരത്തിലാണ്ടു. ദേവന്മാർ ഭയപ്പെട്ടു. കാരണം എന്താണെന്നറിയാതെ ദേവന്മാർ കുഴങ്ങി. ഒടുവിൽ ദേവന്മാർ ത്രിമൂർത്തികളെ സമീപിച്ചു. അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരു കൂടിയാലോചന തന്നെ നടത്തി. ഒടുവിൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായ അത്രിമുനിയുടെ ഭാര്യയായ അനസൂയാദേവിയെ സമീപിച്ച് ശീലാവതിയുടെ
ശാപം പിൻവലിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ഉടനെ തന്നെ ചെയ്യണം എന്നറിയിച്ചു. അങ്ങനെ അനസൂയാദേവി തൻ്റെ പ്രിയ തോഴിയായ ശീലാവതിയെ കണ്ട് വിവരം ധരിപ്പിച്ചു. അതിൻ പ്രകാരം ശീലാവതി തൻ്റെ ശാപം പിൻവലിച്ചു. സൂര്യൻ ഉദിച്ചു. ഉഗ്രസ്രവസ് മരിക്കുകയും ചെയ്തു. സന്തുഷ്ടരായ ത്രിമൂർത്തികൾ അനസൂയയ്ക്ക് വരം നൽകുവാൻ തീരുമാനിച്ചു. അവർ അനസൂയയോട് ചോദിച്ചു, പരിശുദ്ധയായ അല്ലയോ മുനിപത്നി, ലോകത്തിന് മംഗളം വരുത്തുന്നതായ കർമ്മം നീ നിർവഹിച്ചതിനാൽ ഒരു വരം തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു കൊള്ളുക. ത്രിമൂർത്തികൾ മൂവരും ഒരുമിച്ചു തന്നെ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുക. ദീപ്തമായ ആ മുഖങ്ങൾ ദർശിച്ച് ആനന്ദം അടയുക. ഒരു ഭക്തയ്ക്ക് ഇതിൽ പരം മുക്തി മറ്റെന്താണുള്ളത്? എങ്കിലും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായ സർവേശ്വരന്മാരോട് ഞാൻ ഒരു വരം ചോദിക്കുന്നു. നിങ്ങൾ 3 പേരും എൻ്റെ സന്താനങ്ങളായി ജനിക്കണം. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ തനിക്ക് പുത്രന്മാരായി ജനിക്കണമെന്ന അനസൂയാദേവിയുടെ ആ ആഗ്രഹം ത്രിമൂർത്തികൾ കൈക്കൊണ്ടു. അതനുസരിച്ച് ബ്രഹ്മാവ് ചന്ദ്രൻ എന്ന പേരിലും വിഷ്ണു ഭഗവാൻ ദത്താത്രേയനായും ശ്രീ മഹേശ്വരൻ ശ്രീ പാർവതീദേവിക്ക് ദുർവാസ ഹേതുവായി തൻ്റെ പിണ്ഡീഭൂതനായ കോപത്തെ സമാഹരിച്ച് അനസൂയയിൽ നിക്ഷേപിച്ചു. അതിനുശേഷം ശ്രീ പരമേശ്വരൻ അനസൂയാദേവിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു ദേവിയോട്, എൻ്റെ അംശമായ ഈ കുഞ്ഞ് വിഖ്യാതനാകും. ഇവന് ദുർവാസാവെന്ന പേരിടുക. കോപശീലനായ ഇവൻ തപശക്തി കൊണ്ട് ലോകത്തിന് മംഗളം ചെയ്യും എന്നനുഗ്രഹിച്ചു. ഇങ്ങനെയാണ് ദുർവാസാവു മുനിയുടെ ഉൽപ്പത്തി. ദുർവാസാവു മുനിയുടെ ജനനത്തെക്കുറിച്ച് വാമനപുരാണത്തിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. ഒരിക്കൽ ലോകാധിപത്യത്തെ ചൊല്ലി ബ്രഹ്മാവും മഹേശ്വരനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി എന്നും ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട ശ്രീ പരമേശ്വരൻ ഹിമാലയ സാനുക്കളിൽ തപസ്സനുഷ്ഠിക്കുന്ന നരനാരായണന്മാരെ സമീപിച്ച് തൻ്റെ ദുഃഖം അറിയിക്കുകയും ഉടൻ തന്നെ ശ്രീനാരായണൻ ശ്രീ പരമേശ്വരനെ സമീപിച്ച് തൻ്റെ കയ്യിൽ കുത്താൻ അപേക്ഷിച്ചു. അങ്ങനെ ശിവഭഗവാൻ ചെയ്തപ്പോൾ നാരായണമുനിയുടെ കൈ പിളർന്ന് 3 രക്തധമനികൾ പ്രവഹിക്കുകയും അതിൽ 3ാമത്തെ ധാരയിൽ നിന്നുമാണ് ദുർവാസാവു മുനി ജനിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ശ്രീ പരമേശ്വരനും ത്രിപുരാസുരന്മാരുമുണ്ടായ ഘോരമായ യുദ്ധത്തിൽ ശിവഭഗവാൻ ഒരു ബാണം പ്രയോഗിച്ചവരെ കൊന്നൊടുക്കി. ആ ബാണം